പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സമസ്ത 4ാം ക്ലാസ് ഫൈനൽ എക്സാം അഖീദ കഴിഞ്ഞ ദിവസം നടന്ന മാതൃകാ ചോദ്യപേപ്പർ പരിചയപ്പെടുത്തുന്ന വളരെ ഉപകാരപ്രദമായ വീഡിയോയാണ്. മുഴുവനായി തന്നെ കാണുകയാണെങ്കിൽ നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നേരെ നമുക്ക് ചോദ്യപേപ്പർ വിശദീകരണത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം വന്നിട്ടുള്ളത് മൂസ അലൈഹിസ്സലാം മൂസാ നബിയോട് യോജിച്ചത് ഏതാണ്? കൈ പ്രകാശിക്കുന്നു എന്നതാണ്. അത് മൂസാ നബിയുടെ മുഅ്ജിസത്തായി പറയുന്ന പാഠത്തിലുള്ളതാണല്ലോ. രണ്ടാമത്തത് കഴിവുള്ളവൻ എന്നതിനോട് യോജിക്കുന്നത് ഏതാണ്? ഖാദിർ എന്നതിൻ്റെ അർത്ഥമാണ് കഴിവുള്ളവൻ എന്നുള്ളത്. മറച്ചുവെക്കൽ എന്നതിനോട് യോജിക്കുന്നത് ഏതാണ്? കിത്തുമാൻ എന്നതാണ്. കിത്തുമാൻ എന്നതിൻ്റെ അർത്ഥമാണ് മറച്ചുവെക്കുക എന്നുള്ളത്. നാലാമത്തത് സോലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് യോജിച്ച ഒന്നിതിലുണ്ട്. അത് ഏതാണ്? ഒട്ടകം. സോലിഹ് നബിയുടെ മുഅ്ജിസത്തായി പറയുന്ന ചരിത്രമുണ്ടല്ലോ, അതിൽ ഒട്ടകത്തിനെ പരാമർശിക്കുന്നുണ്ട്. അങ്ങനെയാണ് സോലിഹ് നബിയോട് ഒട്ടകം ബന്ധിക്കുന്നത്. അഞ്ചാമത്തത് അർശിനെ ചുറ്റുന്നവർ ആരാണ്? ഹാഫൂൻ എന്ന് പറയുന്ന വിഭാഗക്കാരാണ്. മലക്കുകളിലുള്ള ഹാഫൂൻ എന്ന് പറയുന്ന വിഭാഗക്കാരുടെ ജോലി എന്താണ്? അർശിനെ ചുറ്റുന്നവരാണവർ. ആറാമത്തത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് യോജിച്ച ഒന്നുണ്ട്, കാഴ്ച നൽകുന്നു. അത് ഈസാ നബിയുടെ മുഅ്ജിസത്ത് പറയുന്ന ഭാഗത്തുണ്ട്. ഏഴാമത്തത് കൗനുഹു ആജിസൻ. പലർക്കും അറിയാത്ത കാര്യമാണ് കൗനുഹു ആജിസൻ എന്നതിൻ്റെ അർത്ഥം. ഏതാണ് അതിനോട് യോജിച്ചത്? കഴിവില്ലാത്തവനാവൽ എന്നതാണ് അതിൻ്റെ ആശയം. മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇതിലൂടെ പ്രധാന വിഷയങ്ങൾ നമുക്ക് മനസ്സിലായി. അതുകൊണ്ട് പ്രവാചകന്മാരെക്കുറിച്ചും അവരുടെ മുഅ്ജിസത്തുകളും അള്ളാഹുവിൻ്റെ വാജിബായ സിഫത്തും മുസ്തഹിലായ സിഫത്തുകളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. ഇനി രണ്ടാമത്തത് വായിക്കുന്നതിന് മുമ്പ് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ സ്നേഹമായ സബ്സ്ക്രൈബാണ്. ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരു ലൈക്ക് ഇപ്പോൾ തന്നെ കൊടുത്തേക്കുക. വീഡിയോയുടെ അവസാനം ഉപകാരപ്പെട്ടെങ്കിൽ നന്ദി അറിയിച്ച് ആമീനോ താങ്ക്സോ അൽഹംദുലില്ലയോ മറ്റോ എഴുതി അറിയിക്കുകയും ചെയ്യുക. ഇനി രണ്ടാമത്തത് വിപരീതം എഴുതാം എന്ന ചോദ്യമാണ്. അതിലൊന്നാമത്തത് ബലാദത്ത്, ബുദ്ധിമാന്യം എന്നുള്ളതിൻ്റെ മലയാളം നമുക്കറിയാം ബുദ്ധി കൂർമത എന്നതാണ്. അതിൻ്റെ അറബി എന്താണ്? ഫത്വാനത്ത് എന്നതാണ്. പിന്നെ രണ്ടാമത്തത് ഫത്വാനത്ത് എന്ന് തന്നെ കൊടുത്തിട്ടുണ്ട്. അതൊരു ട്രിക്കാണ്. ചില കുട്ടികൾക്ക് അവിടെ ഇനി വേറെ എന്തെങ്കിലും ആയിരിക്കും എന്ന് സംശയം തോന്നി വേറെ എന്തെങ്കിലും എഴുതി കൊടുത്താൽ മാർക്ക് പോകും. അപ്പോൾ നല്ല ബുദ്ധിയുള്ള ആളുകൾക്കാണ് അതിൻ്റെ ഉത്തരം കൺട്രോൾ ചെയ്യാൻ കഴിയും. അപ്പോൾ ഫത്താനത്തിൻ്റെ നേരെ എതിരെ ഏത് തന്നെയാണ്? ബലാദത്ത് തന്നെയാണ്. ഇനി മൂന്നാമത്തത് ബക്കാ എന്ന് പറഞ്ഞാൽ എന്നും ഉണ്ടാവുക, നശിക്കാതെ നിലനിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ മലയാളം ഏതാണ്? നശിക്കുക എന്നതാണ് അതിൻ്റെ എതിര്. അതിനെന്താ പറയുക? ഫനാ എന്നാണ് പറയാം. ഇനി തബ്ലീ എന്ന് പറഞ്ഞാൽ നമുക്കറിയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എത്തിച്ചു കൊടുക്കുക മറ്റുള്ളവരിലേക്ക്. ആ ഒരു വിശേഷണം മുർസലികൾക്കുണ്ടാവും, പ്രവാചകന്മാർക്ക്. അപ്പോൾ അതിൻ്റെ എതിരെ ഏതാണ്? എത്തിക്കാതിരിക്കുക അഥവാ മറച്ചു വെക്കുക. അതിനെന്താ അറബി പറയുക? കിത്തുമാൻ എന്നാണ് പറയുക. അപ്പോൾ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതിലൂടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കി, അമ്പിയാ മുർസലുകൾക്കുള്ള വിശേഷണങ്ങളും അതുപോലെ തന്നെ അവർക്കുണ്ടാവാൻ പാടില്ലാത്ത കാര്യങ്ങളും നിർബന്ധമായും പഠിക്കണമെന്നും അള്ളാഹുവിൻ്റെ വാജിബും മുസ്തഹിലുമായ സിഫത്തുകൾ പഠിക്കാതിരുന്നാൽ നല്ലൊരു മാർക്കും നഷ്ടപ്പെടും എന്ന കാര്യം നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി മൂന്നാമത്തത് പൂർത്തിയാക്കാം എന്നുള്ളതാണ്. സോലിഹ് വ ഇബ്രാഹീമു കുല്ലും മുത്തബഅ. നാലാമത്തത് ഇല്യാസു മൂസ സക്കരിയ യഹ്യ. അപ്പോൾ ഇങ്ങനെയാണ് അതിനെ പൂരിപ്പിക്കേണ്ടത്. അതിൻ്റെ ഇടയിൽ മൂന്നാമത്തത് ലാ യഅ്സൂന അല്ലാഹ മാ അമറഹും വ യഫ്അലൂന മാ യുമറൂൻ. മലക്കുകളെക്കുറിച്ച് അല്ലാഹു തആല പറഞ്ഞതാണ്, അവരോട് കൽപ്പിക്കപ്പെട്ട ഒരു കാര്യത്തിനും അവരെതിര് ചെയ്യില്ല, ഒന്നിനും അവരെതിര് ചെയ്യില്ല. അവരോട് കൽപ്പിച്ച കാര്യങ്ങളൊക്കെ അവർ ചെയ്യുകയും ചെയ്യും. ഇതാണ് അതിൻ്റെ ആശയം. അപ്പോൾ ആ വാക്കും അറബിയും അതിൻ്റെ അർത്ഥവും നിർബന്ധമായും പഠിച്ചു വെക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു ബൈത്ത് എല്ലാവരും നല്ല ഈണത്തിൽ തന്നെ ചൊല്ലി പഠിക്കുക.
ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഉത്തരം എഴുതാം എന്നുള്ളതിൽ ഒന്നാമത്തത് മുഅ്ജിസത്ത് എന്നാൽ എന്ത്? പ്രവാചകന്മാരിൽ നിന്നുണ്ടാകുന്ന അസാധാരണ സംഭവങ്ങൾക്കാണ് മുഅ്ജിസത്ത് എന്ന് പറയുന്നത്. പഠിച്ചു വെച്ചോളൂ, 3 മാർക്ക് ഉറപ്പായും നേടാം. രണ്ടാമത്തത് ബിദ്അത്തുൽ ളലാല എന്നാൽ എന്ത്? ഖുർആൻ, സുന്നത്ത് തുടങ്ങിയ ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് എതിരായി ദീനിൽപ്പെടാത്ത ഒരു കാര്യം ഉണ്ടാക്കൽ, ഇത് ബിദ്അത്തു ളലാലയാണ്. മൂന്നാമത്തത് മുർസലുകളുടെ എണ്ണം എത്ര? 313 മുർസലുകളാണ്. 4 സുന്നത്ത് എന്നാൽ എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ, പ്രവൃത്തികൾ, മൗനാനുവാദങ്ങൾ, അവിടുന്ന് ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ എന്നിവയാണ് സുന്നത്ത്. 5 സഫറ വിഭാഗത്തിൻ്റെ ജോലി എന്ത്? ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് പകർത്തി എഴുതുന്നവരാണ് സഫറത്തിൻ്റെ മലാഖമാർ. 5 ചോദ്യങ്ങൾ, 5ഉം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചോദ്യപേപ്പറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ 5 ചോദ്യങ്ങളാണത്. അതാരും പഠിക്കാതിരിക്കരുത്. 1 2 3 തവണ കേട്ടിട്ട് അത് മനഃപ്പാഠമാക്കി വെക്കുക. 5-മത്തത് അർത്ഥം എഴുതാം എന്നതാണ്. മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. ആരെങ്കിലും നമ്മുടെ മതത്തിൽ ഇല്ലാത്ത ഒന്നിനെ പുതുതായി ഉണ്ടാക്കിയാൽ അത് തള്ളപ്പെടേണ്ടതാണ് എന്നതാണ് അതിൻ്റെ ആശയം. അപ്പോൾ പാഠഭാഗത്തിൽ വന്ന ഹദീസുകളുണ്ടെങ്കിൽ, ആയത്തുകളുണ്ടെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടും അത് ശ്രദ്ധിച്ച് പഠിച്ചു വെച്ചോളൂ. എങ്ങാനും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുഴുവൻ മാർക്കും കിട്ടുന്നതിനത് തടസ്സമായി മാറും. ഇനി ലാസ്റ്റ് 6-മത്തത് 4 എഴുതാം. എന്തിൻ്റെ? ഖിയാമത്ത് നാളിൻ്റെ 4 അടയാളങ്ങളാണ്. 1 ഉഖ്റവിയായ ഉലമാക്കളെല്ലാം മരണപ്പെടുക, അറിവില്ലായ്മ വർദ്ധിക്കുക, വ്യഭിചാരം, മദ്യപാനം, കൊലപാതകം എന്നിവ അധികരിക്കുക, സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ വർദ്ധിക്കുക, പെണ്ണുങ്ങളായിരിക്കും കൂടുതൽ, അർഹതയില്ലാത്തവർ കൈകാര്യകർത്താക്കളാവുക, അവരായിരിക്കും നാട്ടിലെ പ്രമാണിമാരും രാജാക്കന്മാരും, മക്കൾ മാതാപിതാക്കളെ അനുസരിക്കാതിരിക്കുക. നമ്മളൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. നമ്മുടെ പ്രവർത്തനം ഖിയാമത്ത് നാളിൻ്റെ അടയാളമായി മാറിയാൽ അതിനേക്കാളും വലിയ ഗതികേട് വേറെ ഇല്ലല്ലോ. അതുകൊണ്ട് നമ്മൾ നമ്മുടെ മാതാപിതാക്കളോട് നല്ല നിലക്ക് പെരുമാറുക. പൊതുമുതൽ സ്വന്തമാക്കുക. എല്ലാവരും കൂടെയുള്ള നികുതി പണമൊക്കെ അടിച്ചു മാറ്റി കീശയിലിടുക. പള്ളിയിൽ അനാവശ്യ ശബ്ദങ്ങൾ ഉയരുക. ആവശ്യമില്ലാത്ത സംസാരങ്ങളായിരിക്കും പള്ളിയിൽ. സദ്വൃത്തരായ പൂർവികർ ആക്ഷേപിക്കപ്പെടുക. അഥവാ മുൻകാലങ്ങളിലുള്ള നല്ല നല്ല ആൾക്കാർ, അവരാണ് മോശക്കാർ, അവർ ചെയ്തുകൊണ്ടാണ് നമ്മളിത് ചെയ്യേണ്ടി വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ മോശക്കാരാക്കുക. ദീനിയായ അറിവുകൾ ദീനിനു വേണ്ടി അല്ലാതെ പഠിക്കുക. അപ്പോൾ എനിക്ക് നല്ലോണം പൈസ ഉണ്ടാക്കണം എന്ന ഉദ്ദേശത്തിന് വേണ്ടി അറിവ് പഠിച്ചു വെക്കുക, എന്നിട്ട് അത് ജനങ്ങളിലേക്ക് ആ ഉദ്ദേശത്തോടെ എത്തിക്കുക. അതൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് വായിച്ചു കഴിഞ്ഞതിലൂടെ ഏത് രൂപത്തിലാണ് ചോദ്യം വരിക എന്നുള്ളത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി. ഇൻഷാ അള്ളാ ഇനിയും നമുക്ക് നല്ല നല്ല ചോദ്യപേപ്പറുകൾ ഇതിൽ കൊണ്ടുവരണം. അതിന് നിങ്ങളെ സപ്പോർട്ടായ സബ്സ്ക്രൈബ് ഉണ്ടാവണം. ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചെയ്ത് കൂടെ കൂടുക, ഒരു ലൈക്ക് കൊടുത്തേക്കുക. ഉപകാരപ്പെട്ടെങ്കിൽ അൽഹംദുലില്ലയോ ആമീനോ താങ്ക്സോ മറ്റോ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുകയും ചെയ്യുക. അള്ളാഹു നമുക്കൊക്കെ നല്ല ഫത്വാനത്ത്, ബുദ്ധികൂർമ്മത നൽകി അനുഗ്രഹിക്കട്ടെ. നല്ല ഉയർന്ന മാർക്കോടുകൂടെയുള്ള വിജയം അള്ളാഹു നൽകട്ടെ. വാർഷിക പരീക്ഷയായതുകൊണ്ട് തുടക്കം മുതൽ അവസാനം വരെ പഠിക്കണം. കൂടുതലും അരക്കൊല്ല പരീക്ഷയ്ക്ക് ശേഷമുള്ള ഭാഗത്ത് നിന്നായിരിക്കും ചോദ്യങ്ങൾ ഉണ്ടാവുക. അവിടെ നല്ലോണം പഠിച്ചു വെക്കുക. മുൻകാലങ്ങളിലെ പാഠങ്ങളൊക്കെ നന്നായി പഠിച്ചു വെക്കുക. ആയത്തുകൾ, ഹദീസുകളൊക്കെ നോട്ട് ചെയ്യുക. ഇൻഷാ അള്ളാ നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.